ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്നും 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്താൻ ധാരണയിലെത്തിയ ഇറാനും ഇസ്രായേലിനെയും ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറാണ് മധ്യസ്ഥത വഹിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ തുടർന്ന മിസൈൽ ആക്രമണത്തിനു ശേഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. സംഘർഷം വ്യാപിച്ചതിനു പിന്നാലെ എത്തിയ വെടിനിർത്തൽ പ്രഖ്യാപനം ലോകത്തിന് ആശ്വാസമാണ്. അതേസമയം ഇറാൻ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറിലും ഭാഗമായിട്ടില്ലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിലെ US താവളങ്ങൾ ആക്രമിച്ചതിലൂടെയുണ്ടായ അപമാനത്തിൽ നിന്ന് പൊതുജനാഭിപ്രായം വഴിതിരിച്ചുവിടാനാണ് ട്രംപിന്റെ നീക്കമെന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി വെടിനിർത്താൻ ഒരു കരാറും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാൻ ജനതയെയും അവരുടെ ചരിത്രത്തെയും അറിയുന്നവർക്ക് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ലെന്ന് വ്യക്തമായിട്ട് അറിയാമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചത്. Subscribe to One India and never miss an update.